നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വോട്ടിന് പോയ ഫായിമാർക്ക് 2300 കോടി നഷ്ടം. വോട്ടിംഗ് കഴിഞ്ഞപ്പോൾ ഗ്യാസിൽ ഇടുത്തി, പെട്രോളിനും വില കൂട്ടാൻ കേന്ദ്രം, മാറിമറിഞ്ഞ് സ്വർണ്ണവില. രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വില കുത്തനെ വർദ്ധിപ്പിച്ചതാണ് ഇന്നത്തെ പ്രധാന ബിസിനസ് വാർത്ത. ഇന്ധനവില വർധന ഒഴിവാക്കാനാവില്ലെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു. അങ്ങനെയുണ്ടായാൽ രാജ്യത്ത് വിലക്കയറ്റം രൂക്ഷമാകും. സാമ്പത്തിക മേഖലയിൽ വലിയ തിരിച്ചടിയുണ്ടാകും. അതിനിടെ അസം, ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കേരളത്തിൽ നിന്ന് പോയ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് നഷ്ടം 2300 കോടി എന്ന ഏകദേശ കണക്കുകളും പുറത്തുവന്നു. കേരളം, ബംഗാൾ, തമിഴ്നാട് ഉൾപ്പെടെ സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ LPG സിലിണ്ടർ വില ഒറ്റയടിക്ക് കുത്തനെ കൂടി. പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികൾ വാണിജ്യ സിലിണ്ടറിന് 19 കിലോഗ്രാം തൂക്കമുള്ളതിന് 993 രൂപയാണ് കൂട്ടിയത്. ഒറ്റത്തവണ ഇത്രയും വില കൂട്ടുന്നത് അപൂർവങ്ങളിൽ അപൂർവം. സിലിണ്ടർ വില 3000 രൂപയും കടന്നു. ക്രൂഡ് ഓയിൽ വിലയിലെ കുതിപ്പിൻ്റെ ആഘാതം ഒടുവിൽ ഇന്ത്യയിലും ആഞ്ഞടിക്കുന്നു. ഇന്ന് പ്രാബല്യത്തിൽ വന്ന വിധം വാണിജ്യ LPG സിലിണ്ടറിൻ്റെ വില പൊതുമേഖലാ എണ്ണ കമ്പനികൾ 1000 രൂപയ്ക്കടുത്ത് കൂട്ടി. പെട്രോൾ, ഡീസൽ വില വർദ്ധിപ്പിക്കില്ലെന്ന് ഇതുവരെ പറഞ്ഞ കേന്ദ്ര സർക്കാരും വൈകാതെ മലക്കം മറിയുമെന്ന സൂചന ധനമന്ത്രാലയത്തിൻ്റെ പ്രതിമാസ അവലോകന റിപ്പോർട്ടിൽ തന്നെയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അസമിലേക്കും ബംഗാളിലേക്കും മറ്റും പോയ ഫായിമാർക്ക് നഷ്ടം മിനിമം 2300 കോടി രൂപ. ഇതര സംസ്ഥാനക്കാർ മടങ്ങിയത് വഴി കേരളത്തിലെ ഹോട്ടലുകൾ, നിർമ്മാണ മേഖല തുടങ്ങിയവ മേഖലകൾക്കുണ്ടായ നഷ്ടം കൂടി പരിഗണിച്ചാൽ മൊത്തം ആഘാതം ഇതിൻ്റെ പല മടങ്ങും വരും.